നമസ്കാരം. ബി.ജെ.പിയിൽ നിന്നും പ്രമുഖരുടെ പിരിഞ്ഞുപോക്ക് വീണ്ടും. ബി.ജെ.പിയിൽ എത്തിയ ശേഷം രാമസിംഹൻ എന്ന് പേര് മാറ്റിയ സംവിധായകൻ അലി അക്ബറാണ് ഇപ്പോൾ ബി.ജെ.പി വിടുന്നതായി അറിയിച്ചിരിക്കുന്നത്. ഒരുപിടി ജനപ്രിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്കിടയിൽ സ്ഥാനം നേടിയ ചലച്ചിത്ര സംവിധായകനായിരുന്നു രാമസിംഹൻ എന്ന അലി അക്ബർ. തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും അതിശക്തമായി തന്നെ ബി.ജെ.പിയുടെ വക്താവായി അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നതാണ്. തീർത്തും അപ്രതീക്ഷിതമായ നീക്കമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വതന്ത്ര അഭിപ്രായങ്ങൾക്ക് ബി.ജെ.പിയിൽ സ്ഥാനമില്ലെന്നും അതുകൊണ്ടാണ് താൻ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതെന്നുമാണ് രാമസിംഹൻ അറിയിച്ചത്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ പലപ്പോഴും സ്വന്തം അഭിപ്രായം തുറന്നു പറയേണ്ടി വരും. ബി.ജെ.പിയിൽ എത്തിയ ശേഷം ഇത് പലപ്പോഴും സാധിക്കാതെ വരുന്നുവെന്നും രാമസിംഹൻ വ്യക്തമാക്കി. ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കാനില്ലെന്നും ഹിന്ദു ധർമ്മത്തോടൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുമാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഇമെയിലിലൂടെയാണ് അദ്ദേഹം രാജിക്കത്ത് സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ ശക്തനായ വക്താവായിരുന്ന അദ്ദേഹം കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ തല മുണ്ടനം ചെയ്യുമെന്ന് അറിയിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പരാജയത്തോടെ തല മുണ്ടനം ചെയ്തിരുന്നു. ഈ ചിത്രവും ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിൽ നിന്നും നിരവധി ആളുകൾ ബി.ജെ.പിയിലേക്ക് എത്തിയിരുന്നു. സുരേഷ് ഗോപി, കൃഷ്ണകുമാർ, ഭീമൻ രഘു, രാജസേനൻ എന്നിവർ അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ പലരും ഇപ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബി.ജെ.പി വിടുന്ന സമീപനമാണ് കാണാൻ കഴിയുന്നത്. ജൂൺ മാസം 3-നായിരുന്നു സംവിധായകൻ രാജസേനൻ ബി.ജെ.പി വിടുന്നത്. ഒരു കലാകാരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് സംസ്ഥാന സമിതി അംഗം കൂടിയായിരുന്ന രാജസേനൻ അറിയിച്ചത്. പിന്നീട് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു പ്രവർത്തകൻ എന്ന നിലയിലും അർഹിക്കുന്ന പരിഗണന തനിക്ക് ലഭിച്ചിരുന്നില്ല എന്നും രാജസേനൻ അറിയിച്ചിരുന്നു. പിന്നീടാണ് നടൻ ഭീമൻ രഘു ബി.ജെ.പി വിടുന്നതായി അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ശേഷം CPM-ലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് തീരുമാനം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബി.ജെ.പിയോടുള്ള താല്പര്യം കുറഞ്ഞുവെന്നാണ് ഭീമൻ രഘു അറിയിച്ചത്. 3 പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ പാർട്ടി വിട്ടിട്ടും ഇക്കാര്യങ്ങളോട് പ്രതികരിക്കാൻ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ഭീമൻ രഘു 2016-ൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ KV ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ബി.ജെ.പി സംസ്ഥാന ഘടകത്തിനോടും അതിൻ്റെ പ്രവർത്തനത്തിനോടുമുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് RSS. ബി.ജെ.പിയിൽ വളർന്നു വരുന്ന ചേരിപ്പോരുകൾ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചുവെന്നാണ് RSSും വിലയിരുത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ചിലർ മാത്രം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കുകയാണ് എന്നാണ് RSS ആരോപിക്കുന്നത്. പാർട്ടിക്കുള്ളിലോ RSSുമായോ കാര്യമായ ഗൂഢാലോചനകൾ നടക്കുന്നില്ല എന്ന ആരോപണവും ശക്തമായി RSS ഉയർത്തുന്നു. ബി.ജെ.പിക്കെതിരായി RSS ഉയർത്തുന്ന ആരോപണങ്ങളും പാർട്ടിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തും എന്ന കാര്യം തീർച്ച.